ഖുർആൻ ഓതുമ്പോൾ വുദൂ ഉണ്ടായിരിക്കൽ വളരെ പുണ്യമാണ്, സുന്നത്തും കൂലിയുമാണ്. പക്ഷെ നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ ഖുർആന്റെ ആപ്പുകൾ, ഖുർആൻ പ്രോഗ്രാമുകളാണ്. അത് ഖുർആനും അതല്ലാത്തതും ഉൾക്കൊള്ളുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ടാണ് നമ്മുടെ ആധുനികരായ ആലിമീങ്ങളൊക്കെ ആ വിഷയം പഠിച്ചുകൊണ്ട് അവർ പറഞ്ഞത് വുദൂ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മൊബൈലിലുള്ള ഖുർആൻ ഓതാൻ പറ്റും, കുഴപ്പമില്ല. ജനാബത്തുണ്ടെങ്കിൽ വലിയ ശുദ്ധിണ്ടെങ്കിൽ പറ്റൂലേ, നമ്മൾ വുദൂ ഇല്ലാത്ത അവസ്ഥയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യാൻ പറ്റും, ഖുർആൻ എടുത്ത് ഓതാൻ പറ്റും. അപ്പൊ ഖുർആനും ഖുർആൻ അല്ലാത്തതുമുള്ള ഖുർആന്റെ തഫ്സീർ, വ്യാഖ്യാനമുണ്ട്, വുദൂ ഇല്ലാതെ ഓതാൻ പറ്റുമല്ലോ. ഒരു പുസ്തകത്തിന്റെ ഇടയിൽ കുറച്ച് ഖുർആനുണ്ട്, ഖുർആൻ അല്ലാത്ത എഴുത്താണ് കൂടുതലുള്ളത്, ആ ഖുർആൻ വുദൂ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഓതാൻ പറ്റും. എന്നാലും വുദൂ എടുക്കൽ തന്നെയാണ് കൂലി, പുണ്യം. ഇത്